നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. വിശദമായ വാർത്തകളിലേക്ക്. ചേർപ്പ് മുത്തുള്ളിയാലിൽ സ്വകാര്യ ബസ്സിടിച്ച് യുവാവിന് പരിക്കേറ്റു. മുത്തുള്ളിയാൽ കാക്കശ്ശേരി മമ്മാലിയുടെ മകൻ 30 വയസ്സുള്ള സാധിക്കനാണ് പരിക്കേറ്റത്. ഇടിച്ച ബസ് നിർത്താതെ പോയി. തലയ്ക്ക് പരിക്കേറ്റ സാദിഖ് കൂർക്കഞ്ചേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തിങ്കളാഴ്ച രാത്രി 7 മണിയോടെയായിരുന്നു അപകടം. തൃപ്രയാറിൽ നിന്നും തൃശൂരിലേക്ക് പോവുകയായിരുന്ന നബീൽ ഷാ ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. അപകട ശബ്ദം കേട്ട് കുറച്ചു മാറി ബസ് നിർത്തിയ ശേഷം ജീവനക്കാർ ബസ്സിൽ നിന്ന് ഇറങ്ങിയെങ്കിലും കൂടുതൽ തെരച്ചിൽ നടത്താതെ യാത്ര തുടരുകയായിരുന്നുവെന്ന് പറയുന്നു. റോഡരികിൽ ട്രാൻസ്ഫോമർ കാലുകൾക്കിടയിലേക്ക് തെറിച്ചു വീണ അബോധാവസ്ഥയിൽ കിടന്നിരുന്ന സാദിഖിനെ സംഭവ സ്ഥലത്തെത്തിയ നാട്ടുകാരാണ് ആശുപത്രിയിൽ എത്തിച്ചത്. ബസ് ഉടമയും സ്ഥലത്തെത്തിയിരുന്നു. അമ്മാടം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഗാന്ധിജിയുടെ അത്യപൂർവ ചിത്രങ്ങളുടെ പ്രദർശനം സംഘടിപ്പിച്ചു. ഗാന്ധി ജയന്തി വാരാഘോഷത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പ്രദർശനം സ്കൂൾ മാനേജർ ഫാദർ ജെയിംസ് ഇഞ്ചോടിക്കാരൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് ഡെന്നസ് പല്ലിശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ M. പീതാംബരൻ മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി. അദ്ദേഹത്തിന്റെ ട്രെയിൻ യാത്രയിൽ സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ച് അതുകൊണ്ട് പഠിച്ചിട്ടുണ്ട്. ഒരു ഇംഗ്ലണ്ടുകാരൻ ഗാന്ധിജിയെ വളരെയധികം കളിയാക്കിക്കൊണ്ട് പറഞ്ഞൊരു വാക്കുണ്ട്. നിങ്ങളൊരു അഹിംസാ മാർഗത്തിലൂടെ എങ്ങനെയാണ് ഒരു രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കാൻ പോകുന്നത്? ഇതൊന്നും നടപ്പാക്കാൻ പോകുന്ന കാര്യമല്ല, ഇതൊന്നും പ്രായോഗികമല്ല, ഇത് ഒരു യൂട്ടോപ്പിയൻ ചിന്താഗതിയാണ്. അപ്പൊ ഗാന്ധിജി ചോദിച്ചു, താങ്കൾ ആരാണ്? ഐ എം എ ഹിസ്റ്ററി ടീച്ചർ. ഞാനൊരു ചരിത്ര അധ്യാപകനാണ്. ഞാനൊരു ചരിത്ര അധ്യാപകനായിരിക്കുമ്പോൾ ചരിത്രത്തിൽ ഇന്നാളും ഒരാളും അഹിംസാ മാർഗത്തിലൂടെ ഒരു രാഷ്ട്രത്തെയും ഒരു പ്രസ്ഥാനത്തെയും സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിച്ചിട്ടില്ല. അപ്പൊ ഗാന്ധിജി കൊടുക്കുന്ന വളരെ മനോഹരമായ ഒരു മറുപടിയുണ്ട്. കാരണം അദ്ദേഹം ഒരു ഇംഗ്ലണ്ടിലെ ചരിത്രാധ്യാപകനാണ്. പക്ഷെ ഗാന്ധിജി ലളിതമായിട്ട് പറയുകയാണ്, യു ടീച്ച് ഹിസ്റ്ററി ബട്ട് ഐ ക്രിയേറ്റ് ഹിസ്റ്ററി. അത്ര വ്യത്യാസമുള്ളൂ. സർക്കാർ സംവിധാനത്തിലൂടെ നീങ്ങിയാൽ വർഷങ്ങൾ വേണ്ടിവരും. നാട്ടുകാർ പണം പിരിച്ച് പണി പൂർത്തീകരിച്ചു. വെറും 2 മാസം കൊണ്ട് പൂർത്തിയായത് ഗംഭീര പാലം. സർക്കാർ സംവിധാനത്തിലൂടെ നീങ്ങിയാൽ വർഷങ്ങൾ വേണ്ടിവരുന്ന പാലം നിർമ്മാണം വെറും 2 മാസങ്ങൾ കൊണ്ട് നാട്ടുകാർ പൈസ ചിലവഴിച്ച് പൂർത്തീകരിച്ചു. ചാഴൂർ ചേർപ്പ് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്നതും കരുവന്നൂർ പുഴയിൽ നിന്നും ഹെർബർട്ട് കനാലിലേക്ക് ഒഴുകുന്നതുമായ വെള്ളം നിയന്ത്രിക്കുന്നതുമായ വൈക്കോച്ചിറ കമാൻഡോ മുഖം ആനക്കടവ് പാലം ജൂലൈ 31-നാണ് കോൺക്രീറ്റ് ബീം തകർന്നതിനെ തുടർന്ന് സ്ലൂയിസ് പൂർണ്ണമായും തകർന്നത്. പുഴവെള്ളം വൻതോതിൽ ഒഴുകി ജനവാസ മേഖലയിലേക്ക് ഒഴുകുകയും വിവിധ പഞ്ചായത്തുകളിലെ 2000-ഓളം വീടുകൾ വെള്ളക്കെട്ടിലാവുകയും ചെയ്തു. ജനരോഷത്തെ തുടർന്ന് 10 ലക്ഷം രൂപ ചെലവിൽ മുളങ്കുറ്റികളിൽ മണ്ണ് നിറച്ച് ചാക്കുകളിട്ട് താൽക്കാലിക തടയണ നിർമ്മിച്ചെങ്കിലും പാലം പുനർനിർമ്മിക്കാൻ നടപടിയുണ്ടായില്ല. ഇതോടെയാണ് നാട്ടുകാർ പാലം നവീകരണത്തിനായി മുന്നിട്ടിറങ്ങിയത്.
വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി വിഷയം അവതരിപ്പിച്ചു. ഇതിനായി മുഹമ്മദ് അലി പാലക്കൽ പ്രസിഡന്റ്, SM മുഹമ്മദ് അലി സെക്രട്ടറി, രമേശ് ഇയാനി ട്രഷറർ, EC രാമചന്ദ്രൻ കൺവീനർ, MM മനാഫ് കോർഡിനേറ്റർ എന്നിവർ കമ്മിറ്റി അംഗങ്ങളായി. നാട്ടുകാർ പുതിയ പാലം പണിയുന്നതിനായി ഒരു സമിതിക്ക് രൂപം നൽകി. വാർഡംഗം രമ്യ മാടക്കാവിൽ മുഖേന പാലം പണിക്കായി പഞ്ചായത്ത്, മേജർ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നിവയിൽ നിന്ന് സമ്മതവും വാങ്ങി. തുടർന്ന് നാട്ടുകാർ റെക്കോർഡ് വേഗത്തിൽ ഏറ്റവും ചിലവ് കുറച്ച് നാടിന്റെ വികസനത്തിന് വേഗം കൂട്ടുന്ന മനോഹരമായ പാലം സ്വന്തമായി നിർമ്മിച്ച് മാതൃകയായി. 500 രൂപ മുതൽ 30,000 രൂപ വരെ സംഭാവനകൾ നൽകിയവർ ഗ്രൂപ്പിലുണ്ട്. നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രദേശവാസികളായ 4 എഞ്ചിനീയർമാരുടെ മേൽനോട്ടത്തിൽ നടന്നു. 5 അടി വീതിയുണ്ടായിരുന്ന പാലം 9 അടി വീതിയിൽ 45 അടി നീളത്തിലാണ് നിർമ്മാണം പൂർത്തീകരിച്ചത്. ഇരുവശവും സംരക്ഷണ ഭിത്തി കെട്ടി ചായം പൂശി പാലം കൂടുതൽ സുരക്ഷിതവും മനോഹരമാക്കുകയും ചെയ്തിട്ടുണ്ട്. 1.5 മാസമെടുത്ത് 2.45 ലക്ഷം മാത്രം രൂപ ചെലവാക്കിയാണ് നാട്ടുകാർ പാലം പണി പൂർത്തിയാക്കിയത്. ജൂലൈ 31-ാം തീയതി ഫ്ലഡ് ബാധിച്ചിട്ട് അതിൻ്റെ കോൺക്രീറ്റ് ബീമെല്ലാം താർന്നു. അതിൻ്റെ ഫലമായി ഞങ്ങൾ 5 മെമ്പർമാർ കമ്മിറ്റിയായിട്ട് ഇപ്പോഴത്തെ മെമ്പറുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് കമ്മിറ്റിയെ സമീപിച്ച് അവരുടെ സഹകരണത്തോടെ വാട്സപ്പ് ഗ്രൂപ്പ് വെച്ചിട്ട് നാട്ടുകാരെ സമീപിച്ചു. പണി തുടങ്ങി. 6 അടി എന്നുള്ളത് 9 അടി വീതിയിലാക്കി. 2 സൈഡിലും കൈവരി ഉണ്ടാക്കി. അപ്പോൾ ഈ പണിയിലെ ലേബർ ചാർജ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഞങ്ങൾ കൊടുക്കും. അവരും കുറേ വിട്ടുവീഴ്ച ചെയ്ത് ഞങ്ങൾ നല്ല നിലയ്ക്ക് പണി പൂർത്തിയാക്കി. പണി പൂർത്തിയായതിന് ശേഷം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ഒക്ടോബർ 2-ാം തീയതി, അതായത് ഗാന്ധി ജയന്തി, ഒരു നല്ല ദിവസം നോക്കി ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു. വലിയ വാഹനങ്ങൾക്ക് വരെ കടന്നു പോകാവുന്ന വീതിയുണ്ട് പാലത്തിന്. പുഴമുഖത്ത് പുതിയതായി താൽക്കാലിക ബണ്ട് പണിതതിനാൽ പഴയ പാലത്തിലുണ്ടായിരുന്ന പലക കൊണ്ടുള്ള ഷട്ടർ ഒഴിവാക്കിയാണ് പുതിയ പാലം പണിതീർത്തിരിക്കുന്നത്. പുതിയ പാലം വന്നതോടെ ഇരുഭാഗത്തുമുള്ള 300ഓളം വീട്ടുകാർക്ക് സ്കൂളിലേക്കും പള്ളികളിലേക്കും കടകളിലേക്കും എളുപ്പത്തിലെത്താൻ സാധിക്കും. വലിയ ഭാരം കയറ്റിയ വാഹനങ്ങളുടെ ഗതാഗതം ഈ പാലത്തിലൂടെ നിരോധിച്ചിട്ടുണ്ട്. ആറാട്ടുപുഴ പൂരത്തിനെത്തുന്ന തൃപ്രയാർ തേവർ ഈ ഭാഗത്തെ കൈച്ചാൽ മുറിച്ചു കടന്നു പോകുന്ന ചടങ്ങ് ഇവിടെയുണ്ട്. ഇതിന്റെ സ്മരണയ്ക്ക് ആനക്കടവ് പാലം എന്നാണ് നാട്ടുകാർ പുതിയ പാലത്തിന് പേര് നൽകിയിട്ടുള്ളത്. വെങ്കടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റി സെമിനാർ സംഘടിപ്പിച്ചു. ചെറുകഥാകൃത്ത് കല്ലാറ്റ് ശ്രീകൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. പിന്നെ ഈ സൊസൈറ്റിയുടെ പ്രവർത്തനം വളരെയധികം മേഖലകളിലുണ്ട്. ഞാനിവിടെ എല്ലാം നടന്നു കണ്ടു. കമ്പ്യൂട്ടർ പഠിപ്പിക്കുന്നുണ്ട്, സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നുണ്ട്, മറ്റേ പാക്ക്ഡ് ഫുഡ് ഐറ്റംസ്, നമ്മുടെ അച്ചാറുകളൊക്കെ ഉണ്ടാക്കിക്കുന്നുണ്ട്. ഓരോ കുട്ടികൾക്ക് ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഇപ്പോൾ തയ്ക്കാൻ ഇഷ്ടമില്ലാത്തൊരു കുട്ടിയെ തയ്പ്പിച്ചിട്ട് കാര്യമില്ല, പടം വരയ്ക്കാൻ ഇഷ്ടമില്ലാത്തൊരു കുട്ടിയെ പടം വരച്ചിട്ട് കാര്യമില്ല. ഓരോരുത്തരും ജന്മനം എന്തെങ്കിലും താല്പര്യങ്ങളുള്ളവരായിരിക്കും. ആ താല്പര്യം കണ്ടെത്തി അത് തുടച്ചു നീക്കി അവരെ അതിലൂടെ അപ്പോൾ അവർ മാനസികമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ വഴിക്ക് തന്നെ റിക്കവറായി റിവൈവ് ചെയ്ത് ആസ് പെർ അതർ ഇൻഡിവിജ്വൽസ് പോലെ ആയി. വിഭിന്ന വെല്ലുവിളി നേരിടുന്ന കുട്ടികളിലെ ഭക്ഷണ ക്രമീകരണം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. ഡയറ്റീഷ്യൻ ഇന്ദു സെമിനാർ നയിച്ചു. പാലിന്റെ ഉൽപ്പന്നങ്ങൾ പൊതുവെ അവർക്ക് കൊടുക്കാൻ പാടില്ലാത്തതാണ്. പാല് ഉൽപ്പന്നങ്ങൾ എന്ന് പറയുമ്പോൾ ഐസ്ക്രീം, ബട്ടർ, ചീസ്, തൈര്, മോര്, ഇതൊന്നും കൊടുക്കാൻ പാടില്ലാത്തതിൽ വരുന്നതാണ്. ശരിക്കും നമുക്ക് സംശയങ്ങളുണ്ടാവും. ഇത് കഴിയുമ്പോൾ നമുക്ക് പറയാം. പിന്നെയുള്ളത് ഗോതമ്പിൻ്റെ സാധനങ്ങളാണ്. ഗോതമ്പ് കൊണ്ട് ഉണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും, അതായത് ചപ്പാത്തി, ബിസ്ക്കറ്റ്സ്, നൂഡിൽസ്, റവ, മൈദ. റവ, മൈദ എന്നൊക്കെ പറയുമ്പോൾ റവയും മൈദയൊക്കെ ഗോതമ്പിൻ്റെ ലാസ്റ്റ് ബൈ പ്രോഡക്ട്സ് ആണ്. ഗ്ലൂട്ടൻ കണ്ടന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഗോതമ്പ് ഉപയോഗിക്കരുത് എന്ന് പറയുന്നത്. ഗോതമ്പിൻ്റെ സാധനങ്ങൾ, അതായത് ചപ്പാത്തിയൊക്കെ നമ്മുടെ കുട്ടികൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും കഴിക്കുന്നതാണെങ്കിൽ ഇത് ബുദ്ധിമുട്ടാണ്. ആഴ്ചയിൽ ഒരു ദിവസം അങ്ങനെയൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ അത് അത്ര മോശമായിട്ട് ബാധിക്കില്ല. പിന്നെ ഫ്രൂട്ട്സിലുള്ള കുറച്ച് സാധനങ്ങൾ, അതായത് ഈ ഡയറ്റിനെ നമ്മൾ പറയുന്നത് ഗ്ലൂട്ടൻ ഫ്രീ കേസിൻ ഫ്രീ ഡയറ്റ് എന്നാണ്. ഗ്ലൂട്ടൻ എന്ന് പറയുന്നത് ഗോതമ്പിനുള്ള പ്രോട്ടീനാണ്. കേസിൻ എന്ന് പറയുന്നത് മിൽക്കിലുള്ള പ്രോട്ടീനാണ്. അപ്പോൾ ഈ പാലുൽപ്പന്നങ്ങളും ഗോതമ്പും കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് ചെറിയൊരു അലർജിക് റിയാക്ഷൻ പോലെ, അത് നമുക്ക് പുറത്തേക്ക് കണ്ടോളണമെന്നില്ല, പക്ഷേ അവരുടെ ബിഹേവിയറൽ ചേഞ്ചസ് ഉണ്ടാവാൻ അവർക്ക് അത് കാരണം. അഡാപ്റ്റ് പ്രസിഡന്റ് AV സണ്ണി, സെക്രട്ടറി പന്തളം N സജിത് കുമാർ, വോഗി സക്കര, KP ഫ്രാൻസിസ്, ജോയ് അരിമ്പൂർ, KV അജിത് കുമാർ എന്നിവർ സംസാരിച്ചു.
പൂച്ചിന്നിപ്പാടം പെരിഞ്ചേരി റോഡിൽ മണവാംകോട് ക്ഷേത്രത്തിനു സമീപം സ്കൂട്ടർ നിയന്ത്രണം വിട്ട് മറിഞ്ഞ് യുവാവിന് സാരമായി പരിക്കേറ്റു. ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പുളിയത്തുപറമ്പിൽ കുമാരന്റെ മകൻ 45 വയസ്സുള്ള ബിനിൽ കുമാറിനാണ് പരിക്കേറ്റത്. പൂച്ചിന്നിപ്പാടം ഭാഗത്തു നിന്നും പെരിഞ്ചേരി ഭാഗത്തേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടം. റോഡരികിൽ വലിയ തോതിൽ പുല്ല് വളർന്നു നിന്ന ഭാഗത്താണ് അപകടമുണ്ടായത്. മുഖ്യമന്ത്രിക്കെതിരെ വേറിട്ട പ്രതിഷേധവുമായി കോൺഗ്രസ് അവണിശ്ശേരി മണ്ഡലം കമ്മിറ്റി. മുഖ്യമന്ത്രിക്കെതിരെ സംഘടിപ്പിച്ച ചിരി സമരം DCC പ്രസിഡന്റ് ശോഭ സുബിൻ ഉദ്ഘാടനം ചെയ്തു. പിണറായി വിജയൻ രണ്ടാം സർക്കാർ അധികാരമേറ്റതിന്റെ പ്രത്യുപകാരമായിട്ടാണ് തൃശൂരിലും തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള 2 സ്ഥലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവരെ ജയിപ്പിക്കാം എന്നുള്ള ഡീൽ പിണറായി വിജയൻ ഒപ്പിടും. പക്ഷെ ആ ഡീൽ തിരുവനന്തപുരത്ത് തീരദേശ മേഖലകളിലേക്ക് വോട്ടെണ്ണി വന്നപ്പോൾ തീരദേശ നിവാസികൾ മുഴുവനുമായും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം, CPM-കാരായ ആളുകൾ പോലും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം, BJP-കാരായ ആളുകൾ പോലും ശശി തരൂരിനെ പിന്തുണയ്ക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്ന സമയത്ത് ശശി തരൂർ അധികാരത്തിലേക്ക് വരികയാണ്. എന്നാൽ തൃശ്ശൂരിൽ ഉണ്ടാക്കിയ ഡീൽ എന്ന് പറയുന്നത് AC മൊയ്തീൻ MLA ഉൾപ്പെടെയുള്ളവർ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ചെയ്തതിന്റെ പാതകവും കരുവന്നൂർ ബാങ്ക് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ അടിച്ചു മാറ്റിയ ഫണ്ടിന്റെ ഡീലിംഗ് ഉൾപ്പെടെ, അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകളും MK കണ്ണനും ജില്ലാ സെക്രട്ടറി AC മൊയ്തീൻ അടക്കമുള്ളവർ ജയിലിൽ പോകുമെന്ന് മനസ്സിലായപ്പോഴും അത് മുഖ്യമന്ത്രിയിലേക്ക് അന്വേഷണം വരുമെന്ന് മനസ്സിലായപ്പോഴും മുഖ്യമന്ത്രി നേരിട്ട് CPM-ന്റെ തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ ഓഫീസിൽ വരികയും ഓഫീസിൽ നിന്ന് ചർച്ച നടത്തുകയും ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പാർലമെന്റ് മണ്ഡലം സുരേഷ് ഗോപിക്ക് എഴുതി കൊടുക്കാൻ തീരുമാനിച്ചത്. ഇന്ന് സുരേഷ് ഗോപി MP ആയിട്ട് മാറിയത്. പ്രിയൻ പെരിഞ്ചേരി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ഭാരവാഹികളായ CK നന്ദകുമാർ, VI ജോൺസൺ, KV അനൂപ്, രാജൻ നടുവിൽ, NR ചന്ദ്രൻ, അംഗങ്ങളായ ജോയ് പയ്യപ്പള്ളി, NB ശ്രീജിത്ത്, VR ജിനീഷ്, PT ഡിവിൻ, KP സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു. അങ്ങ് സത്യം പറഞ്ഞാൽ ബ്രണ്ണൻ കോളേജ് കണ്ടിട്ടുണ്ടോ അതോ വാളുകൾക്കിടയിലൂടെ പോയി എന്ന് പറഞ്ഞത് പച്ചക്കള്ളവല്ലേ? അങ്ങേക്ക് പേടിയല്ലേ? ഡൽഹിയിൽ അമ്മാടം സ്വദേശിയായ നഴ്സിനെ മരിച്ച നിലയിൽ കണ്ടെത്തി. അമ്മാടം ഹാഷ്മി നഗർ ചേരിക്കലകത്ത് വിനീസിന്റെ മകൻ 26 വയസ്സുള്ള സിബിനാണ് മരിച്ചത്. സാക്കേതിലെ ഹൗസ് റാണിയിലെ വീട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. സാക്കേതിലെ മാക്സ് ആശുപത്രിയിൽ ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ജോലിയിൽ പ്രവേശിച്ചത്. ഏതാനും ദിവസമായി ജോലിക്ക് എത്തിയിരുന്നില്ല. മൃതദേഹം എയിംസിലേക്ക് മാറ്റി. നിയന്ത്രണം വിട്ട ബൈക്ക് വൈദ്യുതി പോസ്റ്റിലിടിച്ച് യുവാവ് മരിച്ചു. താഴേക്കാട് സ്വദേശി കൈത്താരത്ത് വീട്ടിൽ ജോണിയുടെ മകൻ 38 വയസ്സുള്ള ജിജോയാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് അപകടം നടന്നത്. താഴേക്കാട് നിന്നും കുണ്ടൂപ്പാടത്തേക്ക് പോകുന്ന റോഡിൽ വെച്ചായിരുന്നു അപകടം. അലൂമിനിയം ഫാബ്രിക്കേറ്ററായ ജിജോ ജോലി സംബന്ധമായ ആവശ്യത്തിനു ശേഷം വീട്ടിലേക്ക് മടങ്ങുന്നതിനിടയിലാണ് അപകടം നടന്നത്. അഞ്ജലിയാണ് ഭാര്യ. കാതറിൻ, കെവിൻ എന്നിവർ മക്കളാണ്. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 3:45 താഴേക്കാട് പള്ളി സെമിത്തേരിയിൽ നടക്കും. കോടന്നൂർ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നവമി ആഘോഷം ഈ മാസം 10 മുതൽ 13 വരെ. 10-ന് വൈകിട്ട് പൂജവെപ്പ്, തുടർന്ന് ഭജന, 11-ന് ദുർഗാഷ്ടമി ദിനത്തിൽ നൃത്തങ്ങൾ, 12-ന് മഹാനവമി ദിവസം വൈകിട്ട് ക്ലാസിക്കൽ നൃത്തം, കോൽക്കളി, നൃത്താഞ്ജലി എന്നിവയും, 13-ന് വിജയദശമി ദിവസം രാവിലെ വിദ്യാസാരസ്വതാർച്ചന, എഴുത്തുനിരുത്തൽ എന്നിവയും ഉണ്ടായിരിക്കും. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7100 രൂപ, പവന് 56,800 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053.
ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.